പ്രവർത്തനങ്ങളിലും ഉപദേശങ്ങളിലും വളരെ അടുത്ത് പെരുമാറുന്നവർ ബഹുമാനപ്പെട്ട തങ്ങളെ വിളിക്കുന്ന സ്നേഹപ്പേരാണ് സക്കാഫി തങ്ങൾ. തങ്ങളവർകൾ നമ്മുടെ ഈ മഹല്ലത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇങ്ങനെ ഒരു ആത്മീയ സദസ്സ് നടത്തുന്നത് അതിനൊരു വേറിട്ട ചിന്തയും പുതുമയുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, നമ്മുടെ മഹല്ലത്തുകളിൽ എപ്പോഴും ചർച്ചയ്ക്ക് വരാനുള്ള ഒരു വിഷയമാണ് മഹല്ലത്തിൻ്റെ സംസ്കരണ പ്രക്രിയ. വളരെ വേപതു പൂണ്ട ഒരു കാലഘട്ടം. സ്വന്തം മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത പിതാക്കളും നേരെ തിരിച്ചുണ്ട്. ബാപ്പമാരെന്ത് ചെയ്യണമെന്നറിയാത്ത മക്കളും. അതെടുത്തു പറയാൻ കാരണം, ഇന്നലെ ഒരു പാവപ്പെട്ട ഒരു സുഹൃത്ത് പറഞ്ഞു, ആ കുട്ടി ഒരു മുതാല്ലിമാണ്. മുതാല്ലിമായൊരു കുട്ടിയുടെ സങ്കടം ലോകത്താരോടും ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളോട് പറയാണ്. എൻ്റെ ബാപ്പ വലിയ കള്ളുടിയാനാണ്. അപ്പം മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ബാപ്പമാര് മാത്രമല്ല, ബാപ്പ എന്ത് ചെയ്യണമെന്നറിയാത്ത മക്കളും ജീവിച്ചിരിക്കുന്നൊരു കാലം. ഗ്രാമാന്തരങ്ങളിലും ഗ്രഹാന്തരങ്ങളിലും പ്രശ്നങ്ങൾ കലുഷിതമായി കൊണ്ടിരിക്കുന്നൊരു കാലം. ഒരു കാലത്ത് ഒരു മഹല്ലത്തിൻ്റെ കാരണവസ്ഥാനത്ത് നിൽക്കുന്നവരും ആ മഹല്ലത്തിനെ നിയന്ത്രിക്കുന്ന പണ്ഡിതന്മാരും ഒരു വാക്കുച്ചരിച്ചാൽ അതാ പ്രദേശത്തിൻ്റെ അവസാനത്തെ വാക്കായി മാറുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഒരു കാരണവരെയും അംഗീകരിക്കാത്ത പണ്ഡിതന്മാരെ വിമർശനാത്മകമായി മാത്രം കാണുന്നൊരു കാലഘട്ടത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ മഹല്ലത്തിൻ്റെ നാനോന്മുഖമായ വളരെ വ്യത്യസ്തമായ സമഗ്രമായ നിരവധി പദ്ധതികളിലൂടെ ഈ നാടിൻ്റെ ഐശ്വര്യമായി മാറിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സക്കാഫി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം പടച്ച തമ്പുരാൻ ഈ മഹല്ലത്തിന് മാത്രമല്ല നമ്മുടെ നാട് മുഴുക്കുകയും ഒരു മാതൃകാപരമായി മാറാനും അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ സദസ്സ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കൊണ്ട് ധന്യമാകേണ്ട സദസ്സാണ്. മാത്രവുമല്ല, മനുഷ്യന്റെ ആത്മീയമായ ആകുലതകൾക്കുള്ള ഒറ്റമൂലിയാണല്ലോ ആത്മീയ സദസ്സുകൾ എന്ന് പറയുന്നത്. അവിടെ എന്നെപ്പോലുള്ളൊരു ഭൗതികന്റെ വിളയാട്ടത്തിന് പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കി ഞാൻ പിന്മാറുകയാണ്. അതിനു മുമ്പ് സന്തോഷം തോന്നിയ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. ഈ സദസ്സ് മൊത്തത്തിലൊന്ന് വീക്ഷിക്കുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ ഈ വേദിയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പത്രത്തിൽ പരസ്യം കണ്ട് ഈ ഒരു സദസ്സിനെ കുറിച്ച് അന്വേഷിച്ച ഭൂരിപക്ഷം ആളുകളും യുവാക്കളാണ് എന്ന് പറയുന്ന ഒരു സന്തോഷം. നമ്മുടെ ന്യൂ ജനറേഷനിൽ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആത്മീയമായ മേഖലകളെ അവർ സ്പർശിക്കുന്നേയില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂ ജനറേഷനിൽ ചിന്താശക്തിയുള്ള ഏതാനും ചില ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട്. ആ ചെറുപ്പക്കാര് ഇത്തരം ആത്മീയ വേദികളെ പുൽകാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. തങ്ങൾ ഉസ്താദിനെ പോലുള്ള ഈ വേദിയിൽ തന്നെ ധന്യരായിരിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുടെയും സാധാത്തുക്കളുടെയും അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് അത്തരം ഒരു തലമുറയെ
നമുക്ക് വളരെയധികം പ്രതീക്ഷയോടുകൂടിയിട്ട് നമ്മുടെ മഹല്ലത്തുകളിലേക്ക് കണ്ടെത്താൻ നമുക്ക് സാധിച്ചത് എന്ന വസ്തുത നമ്മൾ മറന്നുകൂടാ. പടച്ച തമ്പുരാൻ ഈ സാദാത്യങ്ങളുടെ ആലിമുകളുടെ പ്രവർത്തനം നമുക്ക് ദീർഘകാലം ലഭ്യമാക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. എനിക്കൊരു അനുഭവമുണ്ടായി. കീളക്കരയിൽ സിയാറത്തിന് പോയ സന്ദർഭം. അവിടെ ചെന്ന് കുത്തുബിയത്തിന്റെ ഈരടികള് ഏട് നോക്കി ഞങ്ങൾ കുറച്ചു പേര് ചെല്ലുകയാണ്. കാണാതെ ഒട്ടും അറിഞ്ഞുകൂടാ. അല്പം അവിടെ ഇരുന്ന് ചെല്ലുന്ന സന്ദർഭത്തില് ജീൻസ് ധരിച്ച ടീഷർട്ട് ഇട്ട ഒരു ചെറുപ്പക്കാരൻ വന്ന് ഞങ്ങളെ കൂടെ ഇരുന്നു. ആ കുട്ടി വളരെ ഉച്ചത്തിലും നന്നായിട്ടും ഈ ബെയ്ത്തുകൾ ചെല്ലാൻ തുടങ്ങി. ആദ്യമൊന്നും ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ ഏട് നോക്കി ചൊല്ലുകയാണ്, തെറ്റിപ്പോവും. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഞങ്ങള് നോക്കി ചൊല്ലുമ്പോ ഈ ജീൻസ് നെരിയാണിക്ക് മുകളിലേക്ക് ചുരുട്ടി വെച്ച ഒരു തൊപ്പി ധരിച്ച പുത്തൻ വസ്ത്രങ്ങൾ, പുതിയ മോഡലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നു. പക്ഷെ അവന്റെ ശരീരത്തിൽ അടയാളങ്ങളുണ്ട്. തലയിൽ നല്ല തൂവെള്ള തൊപ്പിയുണ്ട്. ജീൻസ് ആകട്ടെ വളരെ കൃത്യമായി നെരിയാണിക്ക് മുകളിലേക്ക് മടക്കി വെച്ചിരിക്കുന്നു. ആ കുട്ടിയെ ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അവൻ നോക്കാതെയാണ് ചൊല്ലുന്നത്. പൂർണ്ണമായി ആവേശഭരിതരായി ഞങ്ങൾ പൂർണ്ണമായി ചൊല്ലി തീർക്കുമ്പോഴും ഒരൽപ്പം പോലും ഏടുകളിലേക്ക് നോക്കാതെ അത് പൂർണ്ണമായി ചൊല്ലി തീർത്ത ആ കുട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചോദിച്ചു, കുട്ടിയുടെ പേരെന്താ? വളരെ സന്തോഷകരമായൊരു പേര്, സദഖത്തുള്ള. സ്ഥലം ഏതാണെന്ന് നമ്മൾ ആലോചിക്കണം. കീളക്കരയാണ്. മഹാനവറുകളുടെ പേര് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. വയസ്സ് ചോദിച്ചില്ല. എന്തിനു ചെയ്യുന്നു? എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന വളരെ മോഡേൺ വസ്ത്രധാരിയായ കുട്ടി ഇത് കാണാതെ ഹൃദിസ്ഥമാക്കിയിട്ട് ചൊല്ലുമ്പോ ഒരൽപ്പം ചമ്മൽ ഞങ്ങൾക്കുണ്ടായി. എന്നാലും ആ കുട്ടിയോട് ചോദിച്ചു, ഇവിടെ വരാറുണ്ടോ? മാസത്തിൽ 1-2 തവണ മുടക്കാറില്ല. മാത്രമല്ല ദിവസവും ഇത് ഞാൻ എൻ്റെ മനപ്പാടമായി ചൊല്ലി തീർക്കാറുണ്ട്. ചോദിച്ചു, എഞ്ചിനീയറിംഗ് മേഖല അല്ലെങ്കിൽ മെഡിക്കൽ മേഖല, ആ മേഖലയ്ക്ക് എന്ന് പറയുന്നത് അവിടേക്ക് എത്തിപ്പെടുമ്പോഴേക്ക് നമ്മുടെ കുട്ടിയുടെ സ്ഥിരബുദ്ധി നഷ്ടപ്പെടുന്ന കുറെ കാഴ്ചകളുണ്ട്. എറണാകുളത്ത് ഒരു 3-4 എഞ്ചിനീയർ കോളേജുകൾ നിൽക്കുന്ന ഒരു പ്രദേശത്ത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സംഘടനാ പ്രവർത്തകൻ സുഹൃത്തിന്റെ കൂടെ വൈകുന്നേര സമയത്ത് റോട്ടുമിൽ ഇറങ്ങിയപ്പോ ഒരു പെൺകുട്ടിയെ ബൈക്ക് പഠിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവൻ ഞങ്ങളെ കണ്ടപ്പോ തല തിരിച്ചു കളഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അഷ്റഫിനോട്, നിങ്ങൾ ഇവിടുത്തെ ഗസ്റ്റ് ലെക്ചർ ആണല്ലോ, ഒരുപക്ഷെ നിങ്ങളെ കണ്ട ഒരു വിഷമായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ലെക്ചറോട് ഇത്ര വിഷമോ? അവർ ഞങ്ങളുടെ മുമ്പിലിട്ട് പണി ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും. അപ്പൊ ഞാൻ ആ റോഡിന്റെ മറുവശത്തേക്ക് ഇറങ്ങി. അപ്പൊ അവൻ മുഖം ഇങ്ങോട്ട് തിരിച്ചു. കൃത്യമായി ആളെ തിരിയാൻ വേണ്ടി മുന്നോട്ട് ചെന്നപ്പം ഞാൻ അറിയുന്ന എന്റെ നാട്ടുകാരനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ബാപ്പ വൻ പ്രതീക്ഷയോടുകൂടി എഞ്ചിനീയർ ആക്കാൻ വിട്ട അവൻ ഒരു പെൺകുട്ടിയെ എഞ്ചിനീയർ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കാലം. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തില് നമ്മുടെ കുട്ടികൾ, ആ കുട്ടികളിൽ നിന്നൊരു തലമുറ അവര് കുത്തുബിയത്ത് കാണാതെ പഠിച്ചിട്ട് ചെല്ലുമ്പോ അത് അത്ഭുതകരമായൊരു കാര്യം തന്നെയാണ്. ഞങ്ങള് സംഘടനാ തലത്തില് മെഡിക്കൽ കോളേജിലെയും എഞ്ചിനീയറിംഗ് കോളേജിലെയും പ്രൊഫഷണൽ കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷം മുമ്പ് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോ ഞങ്ങൾക്ക് SMS സന്ദേശം വന്നത് എന്താണെന്നറിയോ? നിങ്ങൾ അവിടെ അണ്ടകടാഹത്തിലെയും ബ്രഹ്മാണ്ടത്തിന്റെയും ചർച്ചകളൊന്നും വെക്കരുത്. അത് ഞങ്ങൾ വേറെവിടുന്നേയും പഠിച്ചോളാം. ഞങ്ങൾക്ക് നൽകുന്ന ക്യാമ്പില് ഹദ്ദാദ് റാത്തീബ് ഉണ്ടായിരിക്കണം, സ്വലാത്ത് ഉണ്ടായിരിക്കണം, ദിക്ർ ഉണ്ടായിരിക്കണം, നല്ല ആലിമീങ്ങളുടെ പ്രഭാഷണം ഉണ്ടായിരിക്കണം. ഇത് പറയുന്നത് ആരാണ്? മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയുള്ള ഒരു സദസ്സാണിത്. ഇവിടെയും ഒരുപാട് ചെറുപ്പക്കാരുടെ നിര കാണുകയാണ്. ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ ഇന്നത്തെ ഒരു അവസ്ഥാവിശേഷത്തെക്കുറിച്ച് നേരത്തെയുള്ള ആശംസ പ്രസംഗങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിനിടയിൽ വളരെ കൃത്യമായി സ്വാർത്ഥത ഏതുമില്ലാതെ
നിഷ്കളങ്കമായി ചിന്തിക്കുന്ന ഒരു തലമുറ നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. ആ ഒരു തലമുറക്ക് അവസരങ്ങൾ കുറവാണ്. പാതിരാ വയലുകൾ ഇന്നില്ല. പഴയ കാലത്ത് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് കഞ്ഞിയും ചമ്മന്തി കഴിച്ചിട്ടുണ്ടാകുന്ന ആ പഴയ കാലത്തെ പാതിരാ വയലുകൾ അത് നിന്നുപോയി. അവിടെ നിന്നാണ് ഈ സമുദായം ദീൻ പഠിച്ചത്, മസ്അലകൾ പഠിച്ചത്, ബഹുമാനിക്കാൻ പഠിച്ചത്, ആദരവുകൾ പഠിച്ചത്. അതൊക്കെയും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് അനുഭവിക്കാൻ ഇന്ന് നമ്മുടെ തലമുറയിൽ കുട്ടികൾക്ക് അവസരമില്ല. ദർസുകളുടെ സ്ഥിതി എന്താ? ദർസുകള് അനുദിനം ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് തങ്ങൾ ഉസ്താദിന്റെ ദർസ് വളരെ ഗംഭീരമായി നല്ല രീതിയിൽ നടന്നു പോകുന്നു. പലയിടത്തെയും ദർസിന്റെ സ്ഥിതി എന്താ? 5 കുട്ടികൾ വേണമെന്ന് പറയുമ്പോ വരുമ്പോ 5 ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞിട്ട് നിന്നില്ലെങ്കിൽ പറയരുത്, ഈ തരത്തിലേക്കാണ്. 10 കുട്ടികൾ ആവശ്യപ്പെട്ടാൽ കിട്ടാനില്ല. കാരണങ്ങൾ പലതാണ്. ആ ദർസിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. 50ഉം 100ഉം വരുന്ന കുട്ടികൾ ദർസിൽ മുതഅല്ലിമീങ്ങളായി പഠിക്കുമ്പോ ആ കുട്ടികളിൽ ചിലരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. ആ വീട്ടിലേക്ക് ചായക്കോ ഭക്ഷണത്തിനോ പോകുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ആ വീട്ടിലെ കുട്ടികളും നാട്ടുകുട്ടികൾ എന്ന പേരിൽ ദർസിലേക്ക് എത്തുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അവർ ഹദ്ദാദ് ചൊല്ലാൻ അവസരം ഉണ്ടായിരുന്നു, ജമാഅത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു. ആ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതനുഭവിക്കാൻ അവർക്ക് അവകാശമില്ലാത്ത കാര്യം വന്നിരിക്കുന്നു. പഴയ കാലത്തെ കുടിയോത്ത് മുല്ലമാരിന്നില്ല. കുടിയോത്ത് മുല്ലമാര് വന്നിട്ട് അവർ ഓതുമ്പോ, അവർ ദിക്റുകൾ ചൊല്ലുമ്പോ കൂടെ ചൊല്ലാൻ അവസരമുണ്ടായിരുന്നു. ആത്മീയത സദസ്സുകൾ നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് ആഖിറത്തിൽ ഉപകരിക്കുന്ന നല്ല സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ദീർഘമായി സംസാരിക്കുന്നില്ല. ആശംസാ പ്രസംഗികൾ അർപ്പിച്ചവരെല്ലാം ഓർമ്മപ്പെടുത്തിയതുപോലെ 5 വർഷമായി നമ്മുടെ മഹല്ലിൽ നടന്നു